നമസ്കാരം. ആയുർ സമൃദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പാക്ഡ് ഡ്രിങ്കിങ് പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിലിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. നമ്മൾ ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് ബോട്ടിലിൽ വെള്ളം വാങ്ങിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള മൈക്രോ പ്ലാസ്റ്റിക്സ് ആണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. ഓക്കെ, സോ നമ്മളിത് ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് ക്യാരി ചെയ്യുന്ന സമയത്തും വെയിലിൻ്റെ സാന്നിധ്യം വരുമ്പോൾ എന്താ സംഭവിക്കുക, ഈ പ്ലാസ്റ്റിക്സ് പെട്ടെന്ന് വെള്ളത്തിലേക്ക് അലിഞ്ഞു ചേരുന്നു, നമ്മൾ കുടിക്കുമ്പോൾ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു, രക്തത്തിലേക്ക് അലിയുന്നു, പിന്നെ മാരകമായിട്ടുള്ള അസുഖങ്ങളിലേക്ക് അത് ലീഡ് ചെയ്യുന്നുണ്ട്. ബിസ്ഫിനോൾ എയും അത്യാവശ്യം ഇതിൽ അടങ്ങിയിട്ടുണ്ട് അല്ലേ. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ ബോട്ടിൽ ക്യാപ്പിനെ കുറിച്ചാണ്. ഇതിൻ്റെ അടപ്പിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് തരികൾ നമ്മുടെ വെള്ളത്തിലേക്ക് അലിഞ്ഞു ചേരുന്നത്. ഫോർ എക്സാമ്പിൾ പോളി എത്തിലീനും അതുപോലെ പോളിപ്രൊപ്പിലീനും അതുപോലെ നൈലോണും ഒക്കെ ഒരുപാട് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്ത് മാരകമായിട്ടുള്ള അസുഖങ്ങളിലേക്കാണ് ഇത് കൊണ്ടെത്തിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. 35 ധാതു ലവണങ്ങളാണ് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ അടങ്ങിയിരിക്കേണ്ടത്. അതായത് ക്ലോറൈഡ്, സൾഫൈഡ്, സൾഫേറ്റ്, സിങ്ക്, മാംഗനീസ്, കോപ്പർ, അങ്ങനെ. മലിനജലത്തിൽ മാത്രം കണ്ടുവരുന്ന ഓർഗാനോ ഫോസ്ഫറസും അതുപോലെ DDT, പിന്നെ കോളി ബാക്ടീരിയ പോലുള്ള കാര്യങ്ങളൊക്കെ ബോട്ടിൽ വാട്ടറിലും കണ്ടെത്തിയിട്ടുണ്ടെന്നുള്ളത് സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെൻറ്റ് പണ്ടൊരു സ്റ്റഡിയിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ വീട്ടിൽ നിന്ന് തിളപ്പിച്ച വെള്ളം സ്റ്റീൽ ബോട്ടിലിൽ കൊണ്ടുപോകുന്നതാണോ നല്ലത്, അതോ ഇങ്ങനെയുള്ള പുറത്തുനിന്ന് പാക്ഡ് ആയിട്ടുള്ള ഡ്രിങ്കിങ് വാട്ടർ ബോട്ടിൽ വാങ്ങിക്കുന്നതാണോ നല്ലതെന്ന് ഒന്നുകൂടി ചിന്തിക്കാം. ഓരോ ലിറ്റർ വെള്ളത്തിലും ഒരുപാട് തരത്തിലുള്ള മൈക്രോ പ്ലാസ്റ്റിക്സ് അടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ഗട്ട് ഹെൽത്തിനെ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ഇത് ബാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാണ് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തോളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നൽകാവുന്നതാണ്. അടുത്തൊരു ദിവസം കാണുന്നത് വരെ നന്ദി, നമസ്കാരം.